ബൈക്കിലെത്തി യുവതിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ച സംഘത്തെ മണിക്കൂറുകൾക്കകം പിടികൂടി കണ്ണവം പോലീസ്. സംസ്ഥാന വ്യാപകമായി പിടിച്ചുപറി നടത്തുന്ന സംഘമാണ് പിടിയിലായത്. കൊളയാട് സ്വദേശിയായ യുവതിയുടെ മാലയാണ് കവർന്നത്. കണ്ണവം ഇൻസ്പെക്ടർ കെ.വി. ഉമേഷിന്റെ നേതൃത്വത്തിൽ നടന്ന സാഹസിക അന്വേഷണത്തിലാണ് നിരവധി കേസുകളിലെ പ്രതികൾ വലയിലായത്. ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന റാക്കറ്റിലെ പ്രധാനപ്പെട്ട കണ്ണികളെയാണ് കണ്ണവം പോലീസിന്റെ ശാസ്ത്രീയവും സാഹസികവുമായ അന്വേഷണത്തിൽ പിടികൂടിയത്. കോളയാട് ചോലയിലെ മാക്കുറ്റി വീട്ടിൽ കെ ഷിജിനിയുടെ 4 പവന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട സംഘത്തെയാണ് കണ്ണവം ഇൻസ്പെക്ടർ കെ.വി. ഉമേഷ് നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മലപ്പുറം വാഴിയൂർ സ്വദേശി എ.ടി. ജാഫർ, കതിരൂർ കായലോട് റോഡിലെ ടി. മുസദ്ദീർ, മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി മിഥുൻ മനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ചയാണ് ഷിജിനിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചത്. വിവരം അറിഞ്ഞയുടൻ SHO കെ.വി. ഉമേഷ് നേതൃത്വത്തിൽ ടീം ഇറങ്ങി. കണ്ണവം തൊടിക്കളം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെട്ട സംഘത്തെ പിടികൂടാനായി പോലീസ് നിന്നു. ഇവിടെ വെച്ച് പോലീസ് വാഹനത്തെ വെട്ടിച്ച് സംഘം രക്ഷപ്പെട്ടു. കോഴിക്കോട് ഭാഗത്തേക്കാണ് സംഘം രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ പോലീസ് മെഡിക്കൽ കോളേജിന് സമീപത്തെ ലോഡ്ജിൽ നിന്നാണ് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടിയത്. പിടിച്ചുപറി, വാഹനമോഷണം തുടങ്ങി 36ലധികം കേസിലെ പ്രതിയാണ് ജാഫർ എന്ന് പോലീസ് പറഞ്ഞു. മുദസ്സിൽ 9 കേസുകളിലെ പ്രതിയാണ്. മാല പൊട്ടിക്കലടക്കം നിരവധി കേസുകളുണ്ട് പ്രതികൾക്കെതിരെ. മിഥുൻ ലഹരി കേസിലടക്കം പ്രതിയാണ്. ചോദ്യം ചെയ്യലിൽ മറ്റ് നിരവധി കവർച്ചാ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചു. ചക്രക്കൽ, ചന്തേര, ഇരിട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രതികൾ മോഷണശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി വ്യാപകമായി പിടിച്ചുപറിക്ക് സംഘം നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി. SI-മാരായ സുനിൽകുമാർ, പ്രകാശൻ, ASI അഭിലാഷ്, CPO-മാരായ പ്രജിത്ത് കണ്ണിപ്പൊയിൽ, P. ജിനേഷ്, CV സനോജ്, രാഹുൽ, വിജേഷ്, അനീസ് എന്നിവരും SHO കെ.വി. സുമേഷിനൊപ്പം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.